ഞാൻ ബാബു പുതുശ്ശേരി. നമ്മൾ ചില വീഡിയോയിലൂടെ ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നങ്ങളും അവർ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കണ്ടു. കഴിഞ്ഞ വീഡിയോയിൽ സിറ്റി പെർമിറ്റിലെ മീറ്ററിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ ഓട്ടോറിക്ഷയ്ക്കുള്ള മീറ്ററിനെ കുറിച്ച് തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ എന്താണ് നടക്കുന്നത്, എങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സിറ്റി പെർമിറ്റ് ഓട്ടോറിക്ഷയ്ക്ക് നമ്മൾ കണ്ടു. സിറ്റിയിൽ ഏത് സ്റ്റാൻഡിലും അതിന് കിടക്കാം, അവിടുന്ന് ആളെടുക്കാം എന്ന് നമ്മൾ ശ്രദ്ധിച്ചു. എന്നാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓട്ടോറിക്ഷ വ്യത്യാസമാണ്. അതിന് ഒരു നിശ്ചിത സ്റ്റാൻഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡിൽ മാത്രമേ ആ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് ആളെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു പഞ്ചായത്തിലെ അല്ല ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു 10-20 ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കാണും എന്ന് വിചാരിക്കുക. ആ സ്റ്റാൻഡിനൊക്കെ അവിടെ ഒരു നമ്പരും ആ വണ്ടിക്ക് ഒരു സ്റ്റാൻഡ് നമ്പരും കാണും. പഞ്ചായത്ത് വണ്ടി, മുനിസിപ്പാലിറ്റി വണ്ടി ആ സ്റ്റാൻഡ് അവർക്ക് അംഗീകൃതമായ സ്റ്റാൻഡിൽ നിന്ന് ഒരു സ്റ്റാൻഡേ ഉള്ളൂ. ആ സ്റ്റാൻഡിൽ നിന്ന് ആളെടുത്ത് പോകുമ്പോൾ എവിടെയാണെങ്കിലും ആളെ ഇറക്കിയിട്ട് തിരിച്ച് ആ സ്റ്റാൻഡിൽ തന്നെ വരണം. പണ്ടൊക്കെ ചിലപ്പോൾ റിട്ടേണൊക്കെ കിട്ടിയാൽ, ഇപ്പം അങ്ങനെയല്ല. ഏതൊരു കടയുടെ വാതിക്കലും ഏതൊരു ജംഗ്ഷനിലും ഇഷ്ടം പോലെ ഓട്ടോറിക്ഷകൾ കിടക്കുക. അതുകൊണ്ട് ഇടയ്ക്ക് വഴി നീളെ കളക്ഷൻ കിട്ടുന്ന ഒരു മാർഗ്ഗമൊന്നും ഇപ്പോൾ ഇല്ല. പഞ്ചായത്ത് വണ്ടിക്ക്, മുനിസിപ്പാലിറ്റിക്ക് വേണമെങ്കിൽ ഓട്ടോറിക്ഷയുടെ മീറ്ററിനെ കുറിച്ച് പറയുമ്പം നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചാൽ കോർപ്പറേഷൻ ഏരിയയിലെ രീതിയല്ല മീറ്റർ. ഇവിടെ പറയുന്നത് മീറ്ററിൻ്റെ മിനിമം ചാർജ് കഴിഞ്ഞുള്ള ബാക്കി തുകയുടെ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്ററോ പേപ്പറോ ഒക്കെ ആയിട്ട് പോകണം. ഒരു ഉദാഹരണത്തിന് 100 രൂപയുടെ ഒരു ഓട്ടോ ഓടിയ 100 രൂപ മീറ്ററേ വീണു. യാത്രക്കാരൻ സ്വാഭാവികമായിട്ട് ആ 100 രൂപ കൊടുക്കാൻ ബാധ്യതയുണ്ട്. കാരണം അധികാരികൾ പറയുന്ന മീറ്ററിൽ കിടക്കുന്ന കാശ് കൊടുത്താൽ മതി എന്നാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുന്നില്ല. ഒരു 10 കിലോമീറ്റർ ഓടിയാൽ 155 രൂപയാണ് സാധാരണ രീതിയിൽ മീറ്ററേ വീഴുന്നത്. അധികാരികൾ പറയുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അതാ പഞ്ചായത്ത് വണ്ടിക്ക് വേറെ കോർപ്പറേഷനിലുള്ള പോലെ എല്ലാ സ്റ്റാൻഡിലും കിടക്കാൻ പറ്റത്തില്ല. അവർ ഒരാളെ ഇറക്കിയിട്ട് മീറ്ററും മിനിമം ചാർജ് കഴിഞ്ഞുള്ള തുകയുടെ 50% വാങ്ങിക്കാനാണ്. വല്ലതും മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു മീറ്ററിൽ 150 രൂപ വീണെങ്കിൽ 30 രൂപ അതിൽ നിന്ന് മാറ്റി വയ്ക്കണം. അഥവാ മിനിമം ചാർജ് പോയിട്ട് 120 രൂപ, അതിന് 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 രൂപ. ഈ 60 രൂപയും കൂടെ കൂട്ടുമ്പോൾ 150 210 രൂപ ആണ് വീഴാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ മുതലാകും? ഇതാണ് നമ്മൾ നോക്കുന്ന സംഗതി. ഇതെങ്ങനെ മുതലാകാനാ? പഞ്ചായത്ത് അവർക്ക് വേറെ സ്റ്റാൻഡും കാണാൻ പറ്റില്ല. അവനാ 10 കിലോമീറ്റർ തിരിച്ചോടി വരണം. തിരിച്ചോടി വരുമ്പോൾ അതായത് 20 കിലോമീറ്റർ നിയമാനുസൃതം എന്ന് വെച്ചാൽ 10 കിലോമീറ്റർ അങ്ങോട്ടും പോയി 10 കിലോമീറ്റർ ഇങ്ങോട്ടും വന്ന് 20 കിലോമീറ്റർ ഓടുമ്പോൾ ഇവന് കിട്ടുന്നത് 160 രൂപയാണ്. എങ്ങനെയുണ്ട്? 20 കിലോമീറ്റർ ഓടുമ്പോൾ 160 രൂപ അല്ലെങ്കിൽ 150 രൂപയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7.5 രൂപ ശരാശരി ഒരു കിലോമീറ്ററിന് കിട്ടുകയുള്ളൂ. ഒരു സ്റ്റാൻഡിലും പോയി കിടക്കാൻ പറ്റില്ല. എല്ലാ സ്റ്റാൻഡിലും എല്ലാ കടയുടെ വാതിക്കലും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. അപ്പോൾ അവന് നമ്പറുള്ള സ്റ്റാൻഡിൽ തന്നെ വരണം. ഇതെങ്ങനെ ഇതിലൊക്കെ മുതലാകും? സർക്കാർ പറയുന്നത് മീറ്ററും മിനിമം ചാർജ് കഴിഞ്ഞുള്ള തുകയുടെ പകുതിയും മേടിക്കാൻ. ഇത് വല്ലതും പ്രായോഗികമാണോ? ആരെങ്കിലും നമുക്ക് കണക്ക് പറഞ്ഞ് ഇതിൻ്റെ മീറ്ററിൻ്റെ പകുതിയും കൂടെ തരണമെന്ന് പറഞ്ഞാൽ അവൻ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പോലീസ് സ്റ്റേഷനിൽ പോകണ്ട. ഡ്രൈവർ കാശ് കൂടുതൽ ചോദിച്ചു എന്ന് പറയും. അവന് 1000 രൂപ 2000 രൂപ ഒക്കെ ഫൈൻ വരും. ഈ മീറ്റർ കാശിന് ഓടുന്നതുകൊണ്ടും റിട്ടേൺ കിട്ടാത്തതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലേക്ക് ആളുകൾ വണ്ടി വിളിച്ചാൽ പോകില്ല എന്ന് ഡ്രൈവർമാർ പറയും. നമ്മളാരും വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്നിട്ട്
മറ്റുള്ളവരെ നന്നാക്കാനല്ലല്ലോ, അതിനുള്ള കാശില്ലല്ലോ ഓട്ടോറിക്ഷക്കാർക്ക്. ഒരാൾ വൈകുന്നവരെ പണിത് കഴിഞ്ഞ് 500 രൂപ കിട്ടിയെന്നുള്ളൊരു സാഹചര്യമാണ് ഇന്ന് ഓട്ടോറിക്ഷ മേലക്കല്ലയിലുള്ളത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, കളമശ്ശേരിയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ തൃപ്പൂണിത്തുറയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ തൃപ്പൂണിത്തുറയിൽ അവൻ ആളെടുക്കാൻ പറ്റില്ല. അവന് 15 രൂപ വെച്ച് മീറ്ററേ വീഴുള്ളൂ. അതിന് സർക്കാർ പറഞ്ഞിരിക്കുന്ന സംഗതി മിനിമം ചാർജ് കഴിഞ്ഞുള്ള തുകയുടെ 50% അവിടെ കൂട്ടാൻ. ഇതൊന്നും പ്രായോഗികമല്ല. അതുകൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്, ആളുകൾ മീറ്റർ ഇട്ട് പോകും, മീറ്റർ അപ്പ് ആൻഡ് ഡൗൺ തരാൻ പറയും. സർക്കാർ റണ്ണിങ് കിലോമീറ്റർ 15 രൂപ പറഞ്ഞിട്ടുണ്ട്. ഇവൻ 10 കിലോമീറ്റർ അങ്ങോട്ട് ഓടി തിരിച്ച് 10 കിലോമീറ്റർ ഓടുമ്പോൾ 20 കിലോമീറ്റർ അവൻ 300 രൂപ മേടിക്കുന്നു. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ചില ആളുകൾ 25 രൂപ വെച്ച് മേടിക്കും. കിലോമീറ്റർ 25 രൂപ. 10 കിലോമീറ്റർ പോയാൽ 250 രൂപ കിട്ടും. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 210 രൂപ 212 രൂപ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. ഇന്ന് സാങ്കേതികവിദ്യ വളരെ പുരോഗമിച്ചില്ലേ. ഈ മീറ്ററെ തന്നെ നിങ്ങൾക്ക് ക്രമീകരണം ചെയ്യാൻ പറ്റും. കോർപ്പറേഷൻ ഓടുന്ന വണ്ടിക്ക് ഇപ്പോഴത്തെ പോലെ തന്നെ മിനിമം ചാർജ് 30 രൂപയും അല്ലാത്ത 15 കിലോമീറ്റർ 2 കിലോമീറ്റർ 15 രൂപയും അവർ സിറ്റി പെർമിറ്റിൽ ഓടട്ടെ. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് എല്ലാ ചാനലും കിടക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ വീണ്ടും അവരുടെ സ്റ്റാൻഡ്, ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ 20 സ്റ്റാൻഡുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഓരോ സ്റ്റാൻഡിനും ഓരോ നമ്പറുണ്ട്. അതിൽ വണ്ടിക്ക് കൊടുക്കും. ഇപ്പോൾ 1-ാം നമ്പർ സ്റ്റാൻഡിലാണെങ്കിൽ 70 വണ്ടി, 70. 2-ാം നമ്പർ സ്റ്റാൻഡിലാണെങ്കിൽ അവിടെ 17 വണ്ടി, നമ്പർ 15, 16, 17 ഇങ്ങനെ ആ നമ്പർ കാണും. അപ്പോൾ ആ നമ്പർ കാണുമ്പോൾ ഇത് ഏത് സ്റ്റാൻഡിൽ കിടക്കുന്ന വണ്ടിയാണെന്ന് മറ്റ് സ്റ്റാൻഡുകാർക്കറിയാം. അവരാരും അവിടെ കിടന്നതില്ല. ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്തിൽ ഓടിക്കഴിഞ്ഞാൽ ശരാശരി കിട്ടുന്ന 7.5 രൂപയേ കിട്ടുള്ളൂ. അപ്പോൾ പറയാം നിയമം അനുസരിക്കേണ്ടതിരിക്കും. ഈ നിയമം എന്തിനു വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത്? 2 കൊല്ലം കൂടുമ്പം വലിയ തുക ക്ഷേമ പെൻഷനുകളും അല്ലെങ്കിൽ ശമ്പളവും DAയും TAയും അലവൻസുകളൊക്കെ മേടിക്കുക എന്ന ആളുകളല്ല ഇത് മേടിയിരുന്നുകൊണ്ട് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഈ ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇതെങ്ങനെയാണ് പരിഹാരം എന്ന് കേട്ട് ചോദിച്ചിട്ടുണ്ട്? ഇല്ല. അതുകൊണ്ട് ദയവായി സാറന്മാരെ ഒരു കാര്യം എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ കോർപ്പറേഷൻ ഏരിയയിലുള്ള വണ്ടിക്ക് ഇപ്പോഴത്തെ പോലെ 30 മിനിമം ചാർജ് 30 റണ്ണിങ് കിലോമീറ്റർ 15 കൊടുക്കുക. പക്ഷേ കോർപ്പറേഷൻ വിട്ട് പുറത്ത് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലുള്ള ആളുകൾക്ക് മീറ്ററിൽ ആ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഇലക്ട്രോണിക്സ് മീറ്ററല്ലേ, റണ്ണിങ് കിലോമീറ്റർ ഒരു 30 രൂപ വെച്ച് മീറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് മീറ്റർ സെറ്റ് ചെയ്ത് സീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു യാത്രയും വേണ്ടെന്ന് വെക്കില്ല. എവിടെയാണേലും ആ കൃത്യം കാശ് കൊടുത്താൽ മതി. ഇപ്പോൾ പോലും പലരും 25 രൂപ വെച്ചാൽ വേണ്ടി ഒരു യാത്രക്കാരനും പ്രശ്നം പറയാറില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ പുറത്തൊന്നും അല്ല വരുന്ന ആളുകൾ, എറണാകുളത്ത് വലിയ കത്തി അല്ല തിരുവനന്തപുരത്ത് വലിയ ബ്ലേഡാണ് ഓട്ടോറിക്ഷക്കാർ എന്ന് പറഞ്ഞ് ഇവർക്ക് പേടിച്ചിട്ടാണ് ഇവർ മീറ്റർ ഇടാൻ പറയുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നേ മീറ്ററിന് അപ്പ് ആൻഡ് ഡൗൺ പറയും, അല്ലെങ്കിൽ കിലോമീറ്റർ ചേട്ടാ 25 രൂപ വെച്ചാൽ കേട്ടോ. ആരും ഇതുവരെ തർക്കിച്ചിട്ടില്ല. 10-30 വർഷമായിട്ട് എൻ്റെ പേരിലൊരു കേസോ ആരും കൊടുത്തിട്ടില്ല. നമ്മൾ കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ മീറ്റർ ഇട്ട് പോകാം, മീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ചിലർ തരും. ഞാൻ സാധാരണ ഇവിടെ ഭൂരിപക്ഷം ആളുകൾ അപ്പ് ആൻഡ് ഡൗൺ മേടിക്കുന്നില്ല, 25 രൂപ കിലോമീറ്റർ മേടിക്കുന്നു. അതൊരു വലിയ കൂടുതലൊന്നുമല്ല. അല്ലാതെ കേരളത്തിൽ എവിടെയും ഇപ്പോൾ തിരുവനന്തപുരത്തിനേക്കോ അല്ലെങ്കിൽ കോട്ടയത്തിനേക്കോ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്കോ ഒരാൾ പോവുകയാണെങ്കിൽ അവനെ മീറ്റർ കാശേ മേടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ മുതലാകും? ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മീറ്ററിൽ തന്നെ ഒരു 25 രൂപ അല്ലെങ്കിൽ 30 രൂപ മീറ്റർ വീഴാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അല്ലാത്തടത്തോളം കാലം മറ്റുള്ളവരെ ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കാൻ ഓട്ടോറിക്ഷക്കാരെ കൊണ്ട് ഫൈൻ അടപ്പിക്കാൻ മാത്രമേ ഇത് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ഏത് യാത്രക്കാരും വന്ന് വിളിച്ചാൽ വണ്ടി ഓട്ടം പോവും, അവർക്ക് മാന്യമായ കാശ് കിട്ടണം. അത് ഇഷ്ടം പോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു TV ചാനൽ പിടിച്ച് പറയുകയാണ്, ഓട്ടോറിക്ഷക്കാർ പിടിച്ച് പറയുക എന്ന് പറയുന്നത്. ഏത് ഓട്ടോറിക്ഷക്കാരെ പിടിച്ചു ഇല്ലെന്നൊന്നും പറയുന്നില്ല. ചില ആളുകൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സാധാരണക്കാരല്ല. അത് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി കാണും. ജോലിയും കഴിഞ്ഞിട്ട് വൈകിട്ട് ഓട്ടോറിക്ഷ കൊണ്ടിറങ്ങും പാർട്ട് ടൈം. അത് രാത്രിയിലെ അവർ ഭൂരിപക്ഷം ആളുകൾ ഓടുകയുള്ളൂ. അവർ പറയുന്ന കാശ് അവർ മേടിച്ചെടുക്കും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സാധാരണ ജീവിക്കാൻ വേണ്ടി
കഷ്ടപ്പെടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ച് അവൻ ഒരിക്കലും കൂടുതൽ മേടിക്കത്തില്ല. സ്ഥിരം പോകുന്ന യാത്രക്കാരും പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു സംഗതി ചെയ്താൽ മതി. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുള്ള ഓട്ടോറിക്ഷയ്ക്ക് മിനിമം ചാർജ് കഴിഞ്ഞുള്ള ഓരോ റണ്ണിങ് കിലോമീറ്ററിനും 25 രൂപ വെച്ച് മീറ്റർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ കാശ് മേടിക്കാൻ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ഒരു യാത്രക്കാരന് പ്രശ്നമില്ല. യാത്രക്കാർ പറയുന്നത് സർക്കാർ പറഞ്ഞ് ഞങ്ങൾ തരാൻ തയ്യാറാണ്. ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്കിതെങ്ങനെ മുതലാകുമെന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് ദയവായി ഭരണാധികാരികളെ, നേതാക്കന്മാർ, നിങ്ങൾ ഈ ഓട്ടോറിക്ഷക്കാരെ വെറുതെ കുറ്റവാളികളാക്കാതെ, സമൂഹമായിട്ട് വഴക്കുണ്ടാക്കാതെ, എല്ലാവർക്കും പ്രയോജനമായ രീതിയിൽ മീറ്ററെ തന്നെ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഉള്ള മീറ്റർ സീലിംഗ് 25 രൂപ അല്ലെങ്കിൽ 30 രൂപ റണ്ണിങ് കിലോമീറ്റർ വെച്ച് അത് കഴിഞ്ഞ് എല്ലാ ഓട്ടം പോകും. കോർപ്പറേഷൻ ഏരിയയിൽ മിനിമം ചാർജ് 30, ബാക്കി വരുന്ന റണ്ണിങ് കിലോമീറ്റർ 15 വെച്ചാൽ കോർപ്പറേഷനിലും വണ്ടി ഓടും. ഈ പഞ്ചായത്തിൽ ഇതുപോലെ പൈസ മീറ്ററേ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം, ഇപ്പോൾ കോർപ്പറേഷനിൽ ഓടുന്ന പല പഞ്ചായത്തുകളുടെയും തിരിച്ച് പഞ്ചായത്തിലേക്ക് വരും. കാരണം അവർക്ക് ന്യായമായ കാശ് 25 അല്ലെങ്കിൽ 30 രൂപ കിട്ടുന്നുണ്ട്. കാരണം റണ്ണിങ് കിലോമീറ്റർ 30 രൂപ സർക്കാർ പറയുന്ന ആ കാശ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഓട്ടോറിക്ഷക്കാരും നാട്ടുകാരായിട്ട് എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ഈ അധികാരികളുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് തിരുവനന്തപുരത്തൊക്കെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഭരണാധികാരികളെ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞങ്ങൾ മറ്റു തൊഴിലിനൊക്കെ പോവുകയാണെങ്കിൽ ഇതിലും കാശുണ്ടാവും, പക്ഷെ നമുക്ക് മാന്യമായിട്ട് ജീവിക്കാൻ, എന്ന് വെച്ചാൽ മയക്കുമരുന്ന് കച്ചവടത്തിനോ കള്ള് കച്ചവടത്തിനോ ഒന്നും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടോറിക്ഷകളിൽ ഇറങ്ങുന്നത്. ആ മാന്യമായ ഒരു പൈസ ഞങ്ങൾക്ക് കിട്ടണം. സർക്കാർ പറഞ്ഞാൽ റണ്ണിങ് കിലോമീറ്റർ 15 രൂപ വെച്ച് നിങ്ങൾ മീറ്റർ സെയിൽ ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു 10 കിലോമീറ്റർ പോയി തിരിച്ച് വരുമ്പോൾ അവനൊരു 300 രൂപ കിട്ടണം. അപ്പം യാത്രക്കാർക്കത് പ്രശ്നമില്ല. ഒരു യാത്രക്കാരും അങ്ങനെ തർക്കിക്കാറില്ല. അപൂർവം ചില ആളുകൾ വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ചില ആളുകൾ തർക്കിക്കാറുണ്ട്. പക്ഷേ അവരുടെ കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ രീതിയിൽ അവരുടെ പൈസ ഒരു 25-30 രൂപ മീറ്ററേ വീഴുന്ന രീതിയിൽ ദയവ് ചെയ്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒഴിവാകുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഓട്ടോറിക്ഷക്കാർക്ക് പറ്റിയ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട്. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയിക്കാൻ ആഗ്രഹിക്കുക ചെയ്യുന്നത്. അത് അടുത്ത വീഡിയോകളിലൂടെ ഓട്ടോറിക്ഷക്കാർ അഭിമുഖീകരിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ, ഓട്ടോറിക്ഷക്കാരുടെ സഹായം ലഭിച്ചവരെ, ഓട്ടോറിക്ഷക്കാർക്ക് ഉപദ്രവം സംഭവിച്ചത്, ചെയ്ത സേവനങ്ങളെക്കുറിച്ചൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയും നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ പരിചയക്കാർക്ക് നയിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ എല്ലാവരും കൂട്ടായ്മയോടെ പോകാനായിട്ട് ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു.